കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ അധികം ഭംഗിയാക്കാത്ത വീടിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഉള്ള ചെടി വെച്ചിട്ട് ഭംഗിയാക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് കേട്ടോ ഞാനിത് പിടിച്ചിട്ടുള്ളത്. അതായത് കണ്ട, ഞാൻ ഇന്നലെ കാണിച്ചത് വീടിൻ്റെ മുറ്റത്ത് ടൈലിട്ടതിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് മതിലിൻ്റെ സൈഡിലാണ്, ഗേറ്റിനോട് ചേർന്നിട്ട്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനധികം മണ്ണ് വേണ്ട, അധികം ആഴമൊന്നും വേണ്ട. ചെറിയൊരു കുറച്ച് മണ്ണുണ്ടെങ്കിൽ അത് പിടിക്കും, നല്ല ഗ്രീനായിട്ട് കാണും. ഇതാ ഞാൻ ഇന്നലെ കാണിച്ച ആ ചെടികളുടെ ഒപ്പം പിടിപ്പിച്ച ഏരിയയാണ് ഇത്. അതാണ് നല്ല തിക്കായിട്ട് നിൽക്കണേ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒരു മാസമൊക്കെ ആയിട്ടുള്ള വെച്ചിട്ട്, അപ്പോൾ അതിനത്ര തിക്കായിട്ടില്ല. പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇപ്പുറമൊക്കെ ആകെ എല്ലാം വീണ് കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു, ആ പുല്ലൊക്കെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഏരിയ ഭംഗിയാക്കിയതാണ്. ഇതിന് 1 മാസം 2 മാസം കൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയാവും കാണാൻ. ഇങ്ങനെ ഈ ഒരു ഏരിയ ഇത്രയും ഞാൻ വൃത്തിയാക്കിയതാണ്. കണ്ടു നിങ്ങൾ. ഇനി ഇതിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ കുറച്ച് ഏരിയ ഞാൻ ചെയ്തിട്ടുള്ള, പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടി പുല്ലുണ്ട്, ഞാൻ പിന്നെ വൃത്തിയാക്കിയിട്ടില്ല. ഇത്ര ഏരിയ. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ഉണ്ട്. ഈ ഭാഗം അതുപോലെ. ഇതധികം ദിവസമായിട്ടില്ലേ ചെയ്തിട്ട്, അതാണ് അധികം തിക്കില്ലാതെ കിടക്കുന്നത്. ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളാണ് മുകളിൽ, അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും മേലെയും പുല്ലും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അതൊന്നും ഒതുങ്ങാനായിട്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണിത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് കാണുമ്പോഴേ വന്ന് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്നും രാവിലെ വന്ന് നോക്കുന്നു, ഉച്ച തിരിഞ്ഞ് നനയ്ക്കണു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. അതുകൊണ്ട് ചെയ്യണതാണ് കേട്ടത്. അത്ര വലിയ ചിലവൊന്നുമില്ലല്ലോ. ഉള്ള ചെടി നമ്മൾ ഒന്ന് മാറ്റി നടണു എന്നുള്ളതൊന്നും. കട്ട് ചെയ്യാറായുണ്ട്, കട്ട് ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയാവും കേട്ടോ. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്